പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയതായി കോൺഗ്രസ് അനുഭാവി ജീന സ്ഥിരീകരിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെയോ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെയോ പേരുകൾ മൊഴിയിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഞങ്ങൾ അറിയുന്ന മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല. ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്ത്രീകൾ പരാതി നൽകട്ടെ. താൻ കോൺഗ്രസ് അനുഭാവിയെന്നും ജീന ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും ജീന അറിയിച്ചു. താൻ യൂത്ത് കോൺഗ്രസ് അംഗമല്ലെന്നും എന്നാൽ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ളയാളാണെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ മാനസികമായി തകർന്നിരിക്കുകയാണെന്ന് ജീന പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലാണ് മാധ്യമങ്ങളുടെ ഇര. പരാതിക്കാരായി രംഗത്ത് വന്നവരെല്ലാം തേർഡ് പാർട്ടികളാണെന്നും യഥാർത്ഥ പരാതികൾ നിയമപരമായി നേരിടണമെന്ന് ജീന ആവശ്യപ്പെട്ടു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കിടമത്സരമാണ് ഇതിന് പിന്നിലെന്ന് ജീന സംശയം പ്രകടിപ്പിച്ചു. തനിക്കെതിരെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പ് കേസ് കോടതിയിൽ തീർപ്പാക്കിയതാണെന്നും അവർ വിശദീകരിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും എതിരെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് മൊഴി നൽകിയെന്നാണ് ഇന്നലെ വാർത്ത വന്നത്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തിയാണ് യുവതി പരാതി നൽകിയത്. എന്നാൽ താൻ നേതൃസ്ഥാനത്തുള്ളയാളല്ലെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരുന്നത്. ആകെ ലഭിച്ച 13 പരാതികളിൽ ഒന്നാണിത്. മൊഴിയിലാണ് രാഷ്ട്രീയ ഗൂഢാലോചന ഉന്നയിച്ചത്. രാഹുൽ വിഷയത്തിലെ നിലവിലെ ചേരിതിരിവിന്റെ സൂചനയാണിതെന്ന് സംശയമുണ്ട്. ഓഗസ്റ്റ് മാസത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിരവധി ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നുവന്നത്. രാഹുലിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് നിരവധി സ്ത്രീകൾ മുന്നോട്ട് വന്നിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് മിക്കവരും ആരോപണങ്ങൾ ഉന്നയിച്ചത്. രാഹുലിൻ്റേത് എന്ന പേരിൽ നിരവധി ഓഡിയോ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ആരും പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നില്ല. പിന്നാലെ പോലീസ് സ്വമേധയാ കേസെടുത്ത് ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ യുവനടിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. യുവനടിയുടെ മൊഴിയിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും. വെളിപ്പെടുത്തലിൽ ഉറച്ചുനിന്ന നടി രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടും ക്രൈംബ്രാഞ്ചിന് നൽകിയിരുന്നു. ഈയൊരു സാഹചര്യത്തിൽ നടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോ എന്നറിയാനാണ് നിയമോപദേശം. തെളിവുകൾ കൈമാറിയെങ്കിലും നിയമ നടപടിക്ക് താൽപ്പര്യമില്ലെന്ന് നടി അറിയിച്ചിരുന്നു. ആരോപണമുന്നയിച്ച 2 സ്ത്രീകളും നിയമപരമായി നീങ്ങില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തിയ കൊച്ചിയിലെ യുവനടിയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തപ്പോൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനോടും അവർ പറഞ്ഞു. എങ്കിലും നിയമ നടപടിക്ക് താൽപ്പര്യമില്ലെന്ന് മൊഴി നൽകി. ട്രാൻസ്ജെൻഡർ യുവതി മൊഴി നൽകാൻ താൽപ്പര്യമില്ലെന്ന് പോലീസിനെ അറിയിച്ചു. ഗർഭചിത്രവുമായി പുറത്തുവന്ന ശബ്ദരേഖ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. ഗർഭചിത്രം നടത്തിയ യുവതിയുമായി പോലീസ് സംസാരിച്ചു. നിയമ നടപടിക്ക് ഇതേവരെ ഈ സ്ത്രീയും താൽപ്പര്യം അറിയിച്ചിട്ടില്ല.